ഗുഡ് ഈവനിംഗ് വിജയകുമാർ. യെസ്, ഗുഡ് ഈവനിംഗ്. അപ്പോൾ സ്റ്റണ്ട് തുടങ്ങല്ലേ? സ്റ്റണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ്, തമിഴകത്തടക്കം ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. നമ്മൾ നേരത്തെ ഇലക്ഷൻ സ്റ്റണ്ടൊക്കെ തുടങ്ങിയ സമയത്ത് ഇനിയും കുറേ ദിവസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാണ് പോയത്. നമ്മളും അങ്ങനെ ബൂത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. 8 ദിവസം, കൃത്യം പറഞ്ഞാൽ 8 ദിവസം മാത്രം. അങ്ങനെ രാജ്യം തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു. അതിന്റെ ആദ്യഘട്ടത്തിന് വിധിയെഴുത്തിന് മണിക്കൂറുകളുടെ അകലമേ ഉള്ളൂ. 17 സംസ്ഥാനങ്ങൾ, 4 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് മറ്റന്നാൾ വിധി എഴുതാൻ. അതെ. അപ്പോൾ പോരാട്ടം തകൃതിയാണ് കേരളത്തിലും രാജ്യത്താകെയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തായാലും തമിഴകത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒച്ചയും അനക്കും അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ ഇനിയുള്ള 36 മണിക്കൂർ നിശബ്ദ പ്രചാരണമാണ്. ഇത് അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ്, ഓർക്കണം. കേരളത്തിലേക്ക് വന്നാൽ വടകരയിലാണ് വർത്തമാനം മുഴുവൻ. കെ ശൈലജ MLA-യുടെ പരാതിയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇന്നും അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ചർച്ചകളിലേക്ക് EDയും കടന്നു വരുന്നുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. CMRL മാനേജിംഗ് ഡയറക്ടർ SL ശശിധരൻ കർത്തയെ വീട്ടിൽ ചെന്ന് ED ചോദ്യം ചെയ്ത ദിവസം കൂടിയാണ് ഇന്നത്. പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇലക്ഷൻ സ്റ്റണ്ട്. വെൽക്കം. പതിവ് പോലെ ഇലക്ഷൻ സ്റ്റണ്ടിൽ ആദ്യം ആ ചൂടേറിയ വാർത്ത, ഇലക്ഷൻ ഹോട്ട്. രാഷ്ട്രീയവും വികസനവും പ്രത്യയശാസ്ത്രവുമെല്ലാം ഓരത്തേക്ക് മാറിക്കഴിഞ്ഞ ഒരു മണ്ഡലമുണ്ട്. അതിന്റെ പേരാണ് വടകര. അവിടെ ഇപ്പോൾ നടക്കുന്നത് പ്രതിച്ഛായ തകർക്കുന്നതിലെ മത്സരമാണ്. കണ്ണാടിച്ചില്ലുകൾ എറിഞ്ഞു തകർക്കുന്നത് പോലെയാണ് അവിടെ നേതാക്കളുടെ പ്രതിച്ഛായ തകർത്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തിത്വത്തെ ആക്രമിക്കുന്ന വടകരയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വ്യക്തിത്വ ഹത്യ എന്നതാണ് മലയാളത്തിലെ അംഗീകരിക്കപ്പെട്ട ഭാഷാ പ്രയോഗം. വ്യക്തിഹത്യ എന്നാൽ വ്യക്തിയെ കൊല്ലുക എന്നാണ് അർത്ഥം. ഇത് കൊലക്കുറ്റമാണ്. വടകരയിലെ വ്യക്തിത്വ ഹത്യ വിവാദം വ്യക്തിഹത്യയോളം തന്നെ ഗുരുതരമാണ്. ആര് ഹത്യ നടത്തുന്നു എന്നത് ഇനിയും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുടുംബ ഗ്രൂപ്പുകൾ നിങ്ങൾ ഇട്ടാൽ ആ കുടുംബത്തിൽ എന്നെ അറിയുന്നവരില്ലേ, അവർ പറയില്ലേ ഞങ്ങളുടെ ശൈലജ ടീച്ചർ ഇങ്ങനെയല്ല എന്നുള്ളത്, ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും. അതുകൊണ്ട് അത് ഇങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ എനിക്കും അത് പറയാതിരിക്കാം. ഞാൻ ഇത്ര ആൾ ക്ഷമിച്ചു. പക്ഷെ 1, 2 അല്ലല്ലോ, മരണവെപ്രാളം കാണിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം തെരഞ്ഞെടുപ്പിന് 5-8 ദിവസമേ ഉള്ളൂ. ഇനി എന്ത് വെപ്രാളം കാണിക്കാമെന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. പക്ഷേ എതിർവിഭാഗം വ്യക്തിത്വ ഹത്യ നടത്തുന്നു എന്നാരോപിച്ച് ഒരു LDF സ്ഥാനാർത്ഥി തൊണ്ടയിടറി നടത്തിയ വാർത്താ സമ്മേളനം ആദ്യത്തേതാണ്. വടകരയിലും സംസ്ഥാനത്തും UDF-നെതിരെ LDF ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അശ്ലീല അക്രമമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. നവമാധ്യമങ്ങളിൽ KK ശൈലജയ്ക്ക് അനുകൂലമായി പ്രചാരണം. ഇത് തെല്ലൊന്നുമല്ല UDF-നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. കരുത്തരായ 2 വനിതാ MLA-മാരെ കളത്തിലിറക്കി. KK ശൈലജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. UDF-ന് പങ്കില്ലെന്ന് ആവർത്തിച്ചു. അങ്ങനെയെങ്കിൽ പ്രതി ആരാണ്? ആരുടെ ഭാഗത്തു നിന്നായാലും അത് കൃത്യമായി കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണം. ആരാണെങ്കിലും തള്ളിപ്പറയാനും മുഖം നോക്കാതെ നടപടിയെടുക്കാനും തയ്യാറുണ്ടോ എന്നതാണ് ഞങ്ങൾക്കുള്ള ചോദ്യം. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കുവാനായിട്ട് പോലീസ് സന്നദ്ധരാവുന്നില്ല എന്നുള്ളത് കൊണ്ടും വകുപ്പും ഇതിൽ നിഷ്ക്രിയരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടുന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. LDF-ന്റെ വ്യക്തിത്വ ഹത്യ എന്ന രാഷ്ട്രീയ ആയുധത്തിന് അതേ മറുപടി നൽകി UDF തിരിച്ചടിക്കുന്നുണ്ട്. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലടി കൊണ്ട് ക്യാമറ വെക്കുന്ന ആളുകളാണ് CPM-കാർ. കയ്യും മെയ്യും മാത്രമല്ല നാവും പോരിനിറങ്ങുന്ന കാഴ്ചയാണ് വടകരയിൽ നിന്നും കാണാൻ കഴിയുന്നത്.
വടകരയിലെ മത്സരം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. വടകരയിൽ നിന്ന് മിഥില ബാലൻ, 24. എന്നാലും ആ വിവാദം എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് തൊട്ടുണ്ട് അല്ലെ, അതിങ്ങനെ ചെറിയ രീതിയിൽ കത്തിപ്പടർന്ന് ഈ രീതിയിലേക്ക് മാറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ തെരഞ്ഞെടുപ്പിന്റെ ആകെ മൂഡ് മോശമാക്കുന്ന നടപടികൾ ഉണ്ടാകാറുണ്ട്. വടകരയായി അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജനാധിപത്യ പ്രക്രിയയെ മോശമാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ സജി മാങ്കോട് ഒരു കാര്യം പറയുന്നുണ്ട്. സജി മാങ്കോട് തോറ്റോട്ട് രക്ഷയില്ല. ഇലക്ഷൻ ഹോട്ട് എന്നല്ല ആ സെഗ്മെന്റിന്റെ പേരിടേണ്ടത്, ഇലക്ഷൻ കോട്ട് എന്നാണ്. നമ്മുടെ കോട്ടിനെ കുറിച്ചാണ് സജി മാങ്കോടിന്റെ നിരീക്ഷണമാണത്. അപ്പൊ വാർത്താക്കോട്ടാണ്, അത് വാർത്താക്കോട്ടാണ്. അത് സജി മാങ്കോടിന് മനസ്സിലാവില്ല, അതാണ്. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഇന്നത്തെ പ്രത്യേക സെഗ്മെന്റ് ആണ് കൊട്ടിക്കലാശം അഥവാ കലാശക്കൊട്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 അടവും പൂർത്തിയാക്കിയത് 102 മണ്ഡലങ്ങളാണ്. മറ്റന്നാളാണ് ആദ്യ വോട്ടെടുപ്പ് ദിനം. 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 19-ന് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും പുതുച്ചേരിയിലും ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 2 മുഖങ്ങളെയുള്ളൂ. നേർക്കുനേർ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി MK സ്റ്റാലിനുമാണ്. ഈ മത്സരത്തിൽ എന്തു ഫലമുണ്ടായാലും മറുപടി പറയേണ്ടി വരിക പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരിക്കും. ആദ്യഘട്ടത്തിൽ പ്രധാനം തമിഴ്നാട് തന്നെയാണ്. ഒറ്റഘട്ടത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളും പുതുച്ചേരിയും പോളിംഗ് ബൂത്തിലെത്തും. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. മഹാരാഷ്ട്ര, അസം, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളും ആദ്യഘട്ട വോട്ടെടുപ്പിലുണ്ട്. ഛത്രപതി ശിവാജിയുടെ മറാഠ വികാരത്തെക്കാൾ ശക്തമായ ചിലതുണ്ട് ഇത്തവണ മഹാരാഷ്ട്രയിൽ. അത് 2 രാഷ്ട്രീയ പരിവാരങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. NCPകളുടെയും ശിവസേനകളുടെയും നിലനിൽപ്പ് തീരുമാനിക്കുന്ന മത്സരമാണ് ഇത്തവണത്തേത്. ബീഹാറിലെ 4 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിലെ 3, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിലെ 2 വീതം മണ്ഡലങ്ങൾ, ഛത്തീസ്ഗഡ്, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ആൻഡമാൻ നിക്കോബാർ, ജമ്മു കശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലുമാണ് 1ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ DMK നേതാക്കളായ കനിമൊഴി, ദയാനിധിമാരൻ, BJP നേതാക്കളായ തമിഴിസൈ സൗന്ദരരാജൻ, K അണ്ണാമലൈ, പൊൻ രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ മത്സരരംഗത്തുണ്ട്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി മത്സരിക്കുന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മത്സരിക്കുന്ന അസമിലെ ദിബ്രുഗഡും ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന പ്രധാന മണ്ഡലങ്ങളാണ്. ആദ്യഘട്ടത്തിലെ 102 മണ്ഡലങ്ങൾ രാജ്യമെങ്ങും വ്യാപിച്ചു കിടക്കുന്നവയാണ്. ശരിക്കും രാജ്യവിധിയുടെ ചെറുപതിപ്പ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ സംഭവിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. വിജയകുമാർ, ഇന്നിപ്പോ നമ്മുടെ വിവിധ പ്രതിനിധികൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വിന്യാസം ഉള്ളത്. അപ്പോൾ അവിടെ ഈ കോയമ്പത്തൂരിലും തേനിൽ നോക്കിയുള്ള ആദ്യ മണിക്കൂർ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെയൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം അങ്ങേ നമ്മുടെ നാട്ടിൽ പോലെ കാണുന്നില്ല എന്നാണ്. എന്തായിരിക്കും അതിനൊരു കാരണം? ഇത് നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഇത്രയും പ്രചാരണ സാമഗ്രികളൊക്കെ ഒരുക്കിയിട്ടുള്ള പ്രചാരണം. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കുറച്ചുകൂടി ഉണ്ട്, കർണാടകയിലും കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ വളരെ കുറവായിരിക്കും. അവിടെ ഈ വലിയ പൊതുയോഗങ്ങളോ വലിയ റാലികളൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നു, അവിടെ ആകെ ഇളക്കി ഒരു പൊതുസമ്മേളനം, ഒരു റോഡ് ഷോ നടക്കുന്നു, അത് കഴിയുന്നു. പിന്നീട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വീടുകൾ തോറും കയറി ഇറങ്ങലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ചൂട് കുറച്ചുകൂടി കൂടുതലാണ്. ഈ ഗ്രാമപ്രദേശങ്ങൾ തേനിയിലൊക്കെ രാവിലെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ഒന്നും ഒരു പോസ്റ്റർ പോലും ഉണ്ടായിരുന്നില്ല. അതെ, നമ്മുടെ ശ്യാംകുമാറും നമ്മുടെ മറ്റു പ്രതിനിധികളൊക്കെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ. ആ ഒരു ആവേശം അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. കുട്ടിക്കലാശമൊക്കെ ഇനി ഏത് ലെവലിലോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്നു. അപ്പം നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക്. പക്ഷെ അതിനു മുമ്പ് മിനി ബാബു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റണ്ട് അല്ലേ നമ്മുടെ സ്റ്റണ്ട്. അപ്പോൾ കോട്ട് മാറ്റി മുണ്ട് മടക്കി കുത്തി നടത്തിയാൽ മതിയായിരുന്നു എന്ന് മിനി ബാബു പറയുന്നു.
കൊണ്ട് മടക്കി കുത്താൻ നമുക്കറിയാം. അതെ അതെ അതെ, അതൊരു നല്ല നിർദ്ദേശമാണ്. നമ്മൾ എസ്കേന്റെ മുന്നിൽ ആ നിർദ്ദേശം വെക്കാം അല്ലേ? തീർച്ചയായും. യെസ്. അപ്പോൾ അടുത്തത് മാന്യമഹാജനങ്ങളെ. എന്തായാലും രാജാവും രാജഭരണവും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയെങ്കിലും രാജാക്കന്മാർക്ക് വിപണി മൂല്യമുള്ള മേഖലയാണ് ഇന്നും രാഷ്ട്രീയം. VP സിംഗ് മുതൽ ജ്യോതിരാദിത്യ സിന്ധ് വരെയുള്ള രാജകുടുംബാംഗങ്ങൾ വോട്ട് പിടിച്ച രാജ്യം കൂടിയാണ് നമ്മുടേത്. കർണാടകത്തിലെ മൈസൂരുവാണ് ഇത്തവണ പഴയ രാജകുടുംബാംഗത്തിന്റെ മത്സരം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. രാജാവിനെതിരെ പൗരൻ എന്ന പേരിലാണ് കോൺഗ്രസ് ഇവിടെ പ്രചാരണം നടത്തുന്നത്. ഒരു രാജാവിന്റെ ഇലക്ഷൻ ക്യാമ്പയിന് തൊട്ടു മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മൈസൂരു മണ്ഡലത്തിലാണ്. മൈസൂരു മണ്ഡലത്തിൽ ഇത്തവണ മൈസൂരു മഹാരാജാവായിട്ടുള്ള യദുവീർ വോഡയാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. രാജ്യവും അധികാരവുമില്ലെങ്കിലും മൈസൂരുവിന്റെ മഹാരാജയാണ് യദുവീർ വോഡയാർ. ജനവിധി തേടി അദ്ദേഹം ഇപ്പോൾ തെരുവിലാണ്. BJPയാണ് വോഡയാറിന് വീതിയൊരുക്കുന്നത്. BJPക്കും JDSനും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ M ലക്ഷ്മണനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോമൺ മാൻ VS കിങ് എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. രാജകീയ ജീവിതം നയിച്ചൊരാൾക്ക് എങ്ങനെ സാധാരണക്കാരുടെ പ്രശ്നം മനസ്സിലാകും എന്നാണ് ചോദ്യം. We had emperors and kings in the system of the dynasty, Indian dynasty. But henceforth, a king will be born from the polling booth. So the voters are the kingmakers. കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് രാജാവിന് മറുപടിയുണ്ട്. Everybody is a common man in today's democratic institution. It is a common man versus a common man. All the same facilities available to the other candidates available to us as well. And we look forward to a fair and fruitful fight. മൈസൂരു രാജാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രവേശം ഇതാദ്യമല്ല. മുൻ രാജാവ് ശ്രീകണ്ഠദത്ത വോഡയാർ 4 തവണ മൈസൂരുവിനെ ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. 24 ബംഗളൂരു. അപ്പൊ അതാണ് തൊട്ട് അയൽ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. മൈസൂരുവിലെ പോരാട്ടം ഈ എന്താണ് അവിടെ JDSനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് BJPയോട് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഫലം കാണുമോ? അതെ, ഇപ്പൊ ഈ ഇലക്ഷൻ കാലഘട്ടം വരുമ്പോഴേ നമ്മുടെ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു സിനിമയുണ്ട്, ഈ സന്ദേശം എന്ന് പറഞ്ഞ ചിത്രം അല്ലെ. അതിലെ ഒരുപാട് ഓരോ രാഷ്ട്രീയക്കാരെയും കളിയാക്കി കൊണ്ടുപോക്കി അത് നിലനിൽക്കുന്ന വിഷയം കൂടിയാണ്. അതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം അല്ലേ. അതിലൊരു സ്ഥലത്ത് അതിലെ നടന്മാരിലുള്ള അയാളെ തിലകൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഈ തമിഴ്നാട്ടിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ട് തിരിച്ച് റിട്ടയർ ആയി നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴും തമിഴ് ഇങ്ങനെ വായിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് അപ്പം ഈ തെരഞ്ഞെടുപ്പ് എന്താണ്, രാഷ്ട്രീയം എന്താണ്, പെട്ടെന്ന് അദ്ദേഹത്തിന് വായിൽ വരുന്നില്ല. അതിന് പറയും വാക്ക് ഉപയോഗിക്കുന്നത് തേർതൽ എന്നാണ് അല്ലെ, തേർതലം എന്ന് പറയുന്നു. അന്നാണ് ആദ്യമായിട്ട് ആ വാക്ക് കേൾക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സിനിമയിലേക്ക് പോയാലോ? യെസ്, തമിഴ് തേർതൽ. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും, നമ്മളുടെ അയൽ സംസ്ഥാനം. അപ്പോൾ അവിടുത്തെ കുറച്ച് റിപ്പോർട്ടുകൾ നമുക്ക് തുടർച്ചയായി കണ്ടുവരാം. തമിഴ്നാട്ടിലെ തേനിയിൽ ഒക്കച്ചെങ്ങാതിമാരുടെ ചേരിപ്പോരാണ്. മുൻപ് AIADMKയിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന 3 പേരാണ് ഇപ്പോൾ 3 പാർട്ടികളായി തേനിയിൽ ഏറ്റുമുട്ടുന്നത്. DMK, AIADMK, AMMK എന്നീ കക്ഷികൾ തമ്മിലാണ് പ്രധാന മത്സരം തേനിയിൽ. TTV ദിനകരൻ, തങ്കത്തമിഴ് ചെൽവൻ, നാരായണസ്വാമി ഒരു കാലത്ത് AIADMKയുടെ പ്രമുഖ നേതാക്കളായിരുന്നു. ഇന്ന് ഈ 3 പേർ തേനി മണ്ഡലത്തിൽ ആദ്യമായി ത്രികോണ മത്സരത്തിന് വഴിതെളിച്ച സ്ഥാനാർത്ഥികളാണ്. ജയലളിതയുടെ മരണശേഷമാണ് ഒരു കക്ഷിയിലായിരുന്നവർ 3 ചേരിയിലാകുന്നത്. 2018-ൽ TTV ദിനകരൻ അമ്മ മക്കൾ മുന്നേറ്റക്കഴക്കം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു. TTVയുടെ വിശ്വസ്തനായിരുന്ന തങ്കത്തമിഴ് ചെൽവനും ഒപ്പം കൂടി. എന്നാൽ ആ കൂട്ടുകെട്ട് അധികനാൾ ഉണ്ടായിരുന്നില്ല. തങ്കത്തമിഴ് ചെൽവൻ നേരെ DMKയിലേക്ക് ചെക്കേറി. അപ്പോഴും മാറ്റമില്ലാതെ തുടർന്നത് നാരായണസ്വാമിയാണ്. ADMKയിൽ തന്നെ ഉറച്ചു നിന്നു. 3 പേരും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് DMK സ്ഥാനാർത്ഥി തങ്കത്തമിഴ് ചെൽവൻ മത്സരിക്കുന്നത്. மத்தியில் ஆளுகின்ற மோடி ஆட்சி அது ஜனநாயகத்தை பாதுகாக்க தவறிய ஆட்சி. இந்திய அரசியலமைப்பு சட்டத்தில் மதசார்பின்மை என்ற மாண்பினை அந்த மாட்சிமையை பாதுகாக்க தவறிய ஆட்சி. அரசியலமைப்பு சட்டத்தையே கொச்சைப்படுத்துகின்ற ஒரு ஆட்சி.
ஜனநாயகம் புதைக்கப்பட்டிருக்கின்றது, சமூக நீதி மறுக்கப்பட்டிருக்கின்றது. இதெல்லாம் மக்கள் மத்தியிலே பெரிய கொந்தளிப்பை ஏற்பட்டு இந்தியா கூட்டணி வெற்றி பெறுவதற்கு இதுவெல்லாம் ஒரு காரணமாக, மோடி ஆட்சி செய்த தவறு കാരണமாக அமைந்திருக்கின்றது. ADMKയുടെ കയ്യിലാണ് നിലവിൽ തേനി മണ്ഡലം. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തിന്റെ മകൻ പി രവീന്ദ്രനാഥാണ് സിറ്റിംഗ് MP. ആ ആത്മവിശ്വാസമാണ് നാരായണസ്വാമിക്ക്. ADMK தான் வரும். ஏன்னு சொன்னா இவங்க ரெண்டு பேரும் சாதி பிரச்சனை இருக்காங்க. அதனால ADMK தான் வாய்ப்பு இருக்கு. கூட நைனா வந்து அவர் தான் வருவார், எழுதி வச்சுக்கோங்க. നൈന ഒരുത്തർ തേനിക്കാരൻ നാരായണസ്വാമി. ജനകീയ നേതാവ് എന്ന പേരാണ് TTV ദിനകരന്റെ മേൽക്കൈ. BJP പിന്തുണയോടെയാണ് മത്സരം. மக்கள் பூரா ஆர்வமாக இருக்காங்க. ஏற்கனவே டிடிவி வந்து நிறைய நல்லது செஞ்சுருக்காரு. 10 வருஷத்துக்கு முன்னாடி எம்பியாக இருந்து பாராளுமன்றத்தில் எம்பியாகி ஜெயிச்சிருந்து நல்லது செஞ்சுருக்காரு. பார்லமெண்ட் ராசவ எம்பியாக இருந்து மக்களுக்கு நிறைய நல்லது செஞ்சுருக்காங்க அம்மா காலத்தில். இன்றைக்கும் நல்லது செய்வார். அவர் நல்லவர். அவர் மாபெரும் வெற்றி வருவார். 3 ലക്ഷം വോട്ടിൽ വെറ്റി വരുവാർ. അവസാന മണിക്കൂറിൽ തേനി മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ വോട്ടർമാർ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. തേനിയിൽ നിന്നും ഹരീഷിനും സുനിലിനുമൊപ്പം രാഹുൽ വിജയൻ, 24. അതാണ് തേനിയിലെ തെരഞ്ഞെടുപ്പ് കാഴ്ച. തേനിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വിരുദുനഗർ മണ്ഡലത്തിലേക്കാണ്. വിരുദുനഗറിന് കാമരാജിന്റെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് വിരുദുനഗർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വിരുദുനഗർ പലപ്പോഴും ഇങ്ങനെ പരാമർശ വിഷയമായി പോയിട്ടുണ്ട്. DMK, കോൺഗ്രസ്, MDMK, ഇടതു പാർട്ടികൾ ഇവർക്കൊക്കെ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട്. വശ്യേറിയ പോരാട്ടമാണ് വിരുദുനഗറിൽ നടക്കുന്നത്. എന്നാലും തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും തുടങ്ങി രാജ്യത്ത് കാമരാജ് ഭരണം എന്നിവരെയുണ്ട് പ്രചാരണ വിഷയങ്ങളായി. തമിഴ്നാട്ടിലെ വിരുദനഗർ മണ്ഡലം താര പോരാട്ടത്തിന് പേരുകെട്ട മണ്ഡലമാണ് വിരുദനഗർ. പലരെയും വീഴ്ത്തിയതും വാഴ്ത്തിയതുമായ ചരിത്രം ഈ മണ്ഡലത്തിന് പറയുവാനുണ്ട്. സത്തൂറും ശിവകാശിയും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വിരുദനഗർ മണ്ഡലത്തിന്റെ ചരിത്രം. പക്ഷേ മധുരയിലെ 40% വോട്ടുകളാണ് ഈ മണ്ഡലത്തിലെ വിധിയെ നിർണ്ണയിക്കുന്നത്. രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും മധുരയുമായി ചേർന്ന് കിടക്കുന്ന വിരുദനഗർ തമിഴ് രാഷ്ട്രീയത്തിൽ എന്നും കേൾവി കൊണ്ട ചരിത്രം പേറുന്നു. DMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന B. മാണിക്കകം ടാഗോറിനെയാണ് ഇത്തവണയും ഇന്ത്യ മുന്നണി ഗോദയിൽ ഇറക്കിയിരിക്കുന്നത്. വിരുദനഗർ മണ്ഡലത്തിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാകുന്നത് 2 തവണ MP ആയ മണിക്കം ടാഗോറാണ്. മണിക്കം ടാഗോർ 2019 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്ന് വിജയിച്ചു പോയത്. സ്വാഭാവികമായും ഈ മണ്ഡലത്തിൽ വീണ്ടും ഒരു വിജയം തന്നെയാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. ഏത് അടിയൊഴുക്കുകളെയും തകിടം മറിക്കാൻ കഴിയുമെന്ന വിശ്വാസം കൂടി ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നുണ്ട്. പെരിയ തലവരായ കാമരാജിന്റെ മണ്ണിൽ മണിക് ടാക്കൂറിന് വീണ്ടും വിജയമുണ്ടാകുമെന്നും ഇവർ കണക്ക് കൂട്ടുന്നു. തമിഴകത്തിന്റെ സുപ്രീം സ്റ്റാർ ശരത് കുമാറിന്റെ ഭാര്യയും നടിയുമായ രാധിക ശരത് കുമാറാണ് BJP ടിക്കറ്റിൽ വിരുദുനഗറിൽ ജനവിധി തേടുന്നത്. രാധിക ശരത് കുമാറിന് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിഞ്ഞെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും നേട്ടമെന്ന് കണക്കുകൂട്ടുന്നു BJP ക്യാമ്പ്. വാനോളമുണ്ട് BJPയുടെ പ്രതീക്ഷ. താരത്തിളക്കമുള്ള രാധികയെ ഇറക്കിയതിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് BJP ഉറച്ചു വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിലേറെ വോട്ട് നേടിയ TTV ദിനകരനെ ഒപ്പം കൂട്ടാനായതും BJPയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നതാണ്. വിജയകാന്തിന്റെ മരണശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെയാണ് പാർട്ടിയുടെ പ്രധാന പ്രചാരണ വിഷയം. മകൻ വിജയ് പ്രഭാകരനെ വിജയത്തിലേക്ക് കൈപിടിക്കാൻ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് DMDK ജനറൽ സെക്രട്ടറി കൂടിയായ പ്രേമലത വിജയകാന്താണ്. മുപ്പത്തിമൂന്നിന്റെ യുവത്വവുമായി എത്തുന്ന വിജയ് പ്രഭാകരന്റെ പ്രതീക്ഷ മുഴുവൻ അപ്പായോടുള്ള വോട്ടർമാരുടെ സ്നേഹവായ്പിലാണ്. വിരുദുനഗറിൽ 3 മുന്നണികൾക്കും വിജയത്തിനുള്ള തിരക്കഥ തയ്യാറാണ്. കോൺഗ്രസിനും DMKയ്ക്കും വേരോട്ടമുള്ള മണ്ണിൽ മത്സരം പോലുമില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. മധുരൈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന വിരുദനഗർ മണ്ഡലത്തിൽ നിന്ന് ആര് ഡൽഹിയിലേക്ക് എത്തുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരുടെയും മനസ്സിലുണ്ട്. 2 നാൾക്കപ്പുറം അവരതിൽ വിധി എഴുതും. തമിഴ്നാട്ടിൽ നിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം R. അരുൺ രാജ്, 24.
അപ്പോൾ വിരുദനഗറിന്റെ വിധി എന്താണ് എന്നത് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. ഇന്ത്യയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിരുദനഗറിലെ തെരഞ്ഞെടുപ്പ്. കാമരാജിന്റെ ഒരു തട്ടകം എന്ന നിലയിലൊക്കെ അത് രാഷ്ട്രീയ ചർച്ചയിൽ എപ്പോഴും വന്നിട്ടുള്ളത്. മാത്രമല്ല ചർച്ചാ വിഷയങ്ങൾ മാറി മാറി വരികയും ചെയ്യുന്നുണ്ട് അല്ലെ. ആ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം അതിൽ നിന്ന് കൊടുത്താലോ എന്ന് തോന്നുന്നു. കാരണം ഒരു ഇടവേളക്ക് സമയമായിട്ടുണ്ട്. ഇടവേള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജനപ്രിയ സെഗ്മെന്റുകൾ വരുന്നുണ്ട്, വേരുകളടക്കം. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഈ UCC ആണ്, യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏക വ്യക്തി നിയമം. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യയിൽ ഈ നിയമം, ഏക വ്യക്തി നിയമം പാസ്സാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുവയ്ക്കുക. നമ്മൾ വളരെ വേഗത്തിൽ ഒരു ഇടവേള എടുത്തിട്ട് തിരിച്ചു വരും. അതെ. യെസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയമാണ്. അപ്പോൾ UCC ഏക വ്യക്തി നിയമം അല്ലേ, അത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന പേര്, അതിന്റെ ഖ്യാതി അത് ഉത്തരാഖണ്ഡിനാണ്. അപ്പോൾ ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഉത്തരാഖണ്ഡ് എന്ന് കൃത്യമായി പറഞ്ഞത് മറ്റാരുമല്ല, അത് മിസ്റ്റർ ദേവനാണ്. ദേവൻ ഇന്നത്തൊട്ട് ഒരു രക്ഷയിലാട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ആദ്യം ശരി ഉത്തരം അയക്കുന്നത് ദേവനാണ്. അപ്പൊ ഈ ദേവൻ ആരാണ്? സദ്യ ജനറൽ നോളജ് ആണ്. ഒരു രക്ഷയില്ല. ഈ സംസ്ഥാനം ഒരുപക്ഷെ BJPയുടെ പ്രകടന പത്രികയിൽ വീണ്ടും യൂണിഫോം സിവിൽ കോഡ് പറഞ്ഞിട്ടുണ്ട്. അവര് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡലാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണല്ലോ നടപ്പാക്കി. അപ്പൊ അതൊരു മോഡലാക്കും എന്നതാണ് ഒരു കേൾക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇനി ഏതെങ്കിലും സമയത്ത് BJP അത് നടപ്പാക്കാൻ അവർക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അവരൊരു പക്ഷേ ഉത്തരാഖണ്ഡ് നിയമമായിരിക്കും അതിന്റെ ഒരു മോഡലായി മുന്നോട്ട് വയ്ക്കാൻ സാധ്യത എന്ന് കേൾക്കുന്നു. അതെ, നോക്കാം, കാത്തിരുന്ന് കാണാം. അതെ, അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക്, ജനപ്രിയ സെഗ്മെന്റ് വേരുകൾ. അടിയന്തരാവസ്ഥയിൽ സഞ്ജയ് ഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞ് ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതാവ്. ഈ വിശേഷണം AK ആന്റണിയെ കുറിച്ചുള്ളതാണ്. അതിന്റെ വസ്തുത തേടുകയാണ് ഇന്നത്തെ വേരുകൾ. അന്ന് AK ആന്റണിക്ക് പുറമെ മറ്റൊരാൾ കൂടി നേതൃത്വത്തെ വിമർശിച്ചു. ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ജീവിത പങ്കാളിയായിരുന്ന അന്തരിച്ച പ്രിയരഞ്ജൻ ദാസ് മുൻഷിയായിരുന്നു ആ നേതാവ്. 1977 AK ആന്റണി മുഖ്യമന്ത്രിയാകുന്നതിനെ ഇന്ദിരാഗാന്ധി എതിർത്തിരുന്നുവെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ. രാജൻ കേസിലെ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് K കരുണാകരൻ രാജിവെച്ചപ്പോഴാണ് ആന്റണിക്ക് വഴി തുറന്നത്. 1976 നവംബറിൽ ഗുവാഹത്തിയിലായിരുന്നു AICC സമ്മേളനം. ആ സമ്മേളനത്തിന് മുന്നോടിയായി പതിവില്ലാതെ 2 ദിവസത്തെ യൂത്ത് കോൺഗ്രസ് കോൺക്ലേവ് നടത്തി. സഞ്ജയ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി വാഴിച്ച ആ സമ്മേളനത്തിൽ AK ആന്റണി എതിർപ്പറിയിച്ചു എന്നായിരുന്നു പ്രചാരണം. 1976 സമ്മേളനത്തിൽ AK ആന്റണി പറഞ്ഞ വാചകം പുറത്തു വന്നത് 2013 ജൂലിയൻ അസഞ്ചയുടെ വിക്കിലീക്സ് പുറത്തുവിട്ട അമേരിക്കൻ നയതന്ത്ര രേഖകളിലാണ് ഗുവാഹത്തി സമ്മേളനത്തിലെ ആന്റണിയുടെ പ്രസംഗവും ഉൾപ്പെട്ടത്. ഇന്ദിര കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമനാകാൻ സഞ്ജയ് ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത്? എന്ത് ത്യാഗമാണ് സഞ്ജയ് ഇന്ത്യക്കും പാർട്ടിക്കും ചെയ്തത്? 32-ാം വയസ്സിൽ KPCC അധ്യക്ഷനായ ആൾ എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആന്റണിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത്. AK ആന്റണിയേക്കാൾ 6 വയസ്സിന് ചെറുപ്പമായിരുന്നു സഞ്ജയ് ഗാന്ധി. ആന്റണി എതിർത്തെന്നും ഇല്ലെന്നുമുള്ള വിരുദ്ധ റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു. എൻ്റെ മാന്യ സുഹൃത്ത് AK ആന്റണിയുടെ സ്വഭാവം എപ്പോഴും പ്രതിപക്ഷത്തിൽ നിന്ന് കയ്യടി കിട്ടാനും അവരുടെ അനുമോദനം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആന്റണിയുടെ ആ സ്വഭാവത്തെ മുതലെടുത്ത് ആന്റണിയെ തന്നെ കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് റെയ്ഡ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഫയലിൽ ഒരില്ലാത്ത കത്ത് എഴുതി വെച്ചു, പോലീസുകാരെടുക്കാൻ വേണ്ടി തന്നെ. മോഹൻദാരിയെ തന്നെ എന്നോട് പറയുകയാണ് ആന്റണി എതിരായിരുന്നു. ഏത് ഈ കാര്യം പറഞ്ഞോണ്ടേ, ഇത് ഞാൻ ചെയ്ത കള്ളത്തരാന്ന് അയാൾക്കറിയില്ലല്ലോ. മോഹൻദാരിയ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് മന്ത്രിയായി മൊറാർജി ക്യാബിനറ്റിൽ. അദ്ദേഹം തന്നെ ആന്റണി എതിരായെന്ന് പറയും. ഈ ആന്റണി ആ കാലത്ത് അത് മുതലെടുത്തു. കാരണം അപ്പം മാർക്കറ്റ് അതിനായിരുന്നല്ലോ. കാരണം അധികാരത്തിൽ ഇന്ന് ഇന്ദിരാഗാന്ധി പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ആന്റണി വിചാരിച്ചു. അങ്ങനെ ചിക്മംഗലൂർ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ സ്ഥാനാർത്ഥിക്ക് ആന്റണി രാജിവെച്ചു. ഒരു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരാവസ്ഥ വിരുദ്ധനായ ആൾ കൂടിയാണ് എന്ന ആന്റണിയെ തെറ്റിദ്ധരിച്ചു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയും AK ആന്റണിക്കൊപ്പം സഞ്ജയ് ഗാന്ധിയെ എതിർത്തു എന്നാണ് വിക്കിലീക്സ് രേഖകൾ. ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ജീവിത പങ്കാളിയായിരുന്നു പ്രിയരഞ്ജൻ ദാസ് മുൻഷി. ഇലക്ഷൻ ഡെസ്ക് 24.
അങ്ങനെ എന്തെല്ലാം രാഷ്ട്രീയ ചരിത്രമുണ്ട് നമ്മുടെ രാജ്യത്തും അല്ലെ, പ്രത്യേകിച്ചും കേരളത്തിനും ഒക്കെ. കോൺഗ്രസിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു നേതാവ് കൂടിയാണല്ലോ എ കെ ആന്റണി. അക്കാലത്ത് എ കെ ആന്റണിയുടെ നിലപാടുകളൊക്കെ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് എന്താണ് നമ്മളുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് അതിൽ പലതും കാണാനും കഴിയും. മാത്രമല്ല ഈ ഇലക്ഷൻ വന്നപ്പോൾ ഒരു കോയിൻസിഡൻസ് പറയാം. എ കെ ആന്റണി, അപ്പം ഉമ്മൻചാണ്ടി, മറ്റൊന്ന് കെ കരുണാകരൻ, ഇവരുടെ മക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രചാരണ വിഷയത്തിൽ ഒക്കെ തന്നെ വരുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അല്ലേ. ഉറപ്പായും ചർച്ചയാവുന്നുണ്ട് അവരുടെ ഇടപെടലൊക്കെ. അപ്പോഴേയും നമ്മൾ അടുത്ത സെഗ്മെന്റ് കണ്ടതും കേട്ടതും. പാറട്ടങ്ങനെ പാറട്ടെ, പച്ച ചെങ്കൊടി പാറട്ടെ. തെറ്റല്ലല്ലോ അല്ലേ? അല്ല. അപ്പോ ഇത് ഈ പരിഹാസ മുദ്രാവാക്യം മുഴുകിയത് 1967 സപ്തകക്ഷി സഖ്യത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗും CPIM-ഉം തോളോട് തോൾ ചേർന്ന കാലത്തായിരുന്നു ആ മുദ്രാവാക്യം അന്ന് ഉയർന്നു കേട്ടത്. ഇപ്പോൾ PB അംഗം ബൃന്ദ കാരാട്ട് ചെങ്കൊടികളുടെ നടുവിൽ നിന്ന് ഉയർത്തിയത് INL-ന്റെ പച്ചക്കൊടിയാണ്. ആ കൊടിക്കമ്പ് കൊണ്ടുള്ള തല്ല് കിട്ടുന്നത് വയനാട്ടിലെ പ്രചാരണങ്ങളിൽ നിന്ന് പച്ചക്കൊടി ഒഴിവാക്കിയ കോൺഗ്രസിനും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിന്റെ ആവേശം പ്രകടമായ പടുകൂറ്റൻ റാലികൾ, കൽപ്പറ്റയിലേക്ക് ചുരം കയറിയെത്തുന്ന മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പ്രവർത്തകർ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ നിറഞ്ഞ ആവേശ പ്രകടനങ്ങൾ. പക്ഷേ പിന്നീട് സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉയർന്ന മുസ്ലിം ലീഗ് കൊടികൾ ദേശീയ തലത്തിൽ BJP ആയുധമാക്കി. സൈബർ പ്രചാരണങ്ങളിൽ പാകിസ്ഥാൻ പതാകയോട് ഉപമിച്ചു. ദേശീയ തലത്തിലുള്ള ഈ പ്രചാരണത്തിന് പിന്നാലെ പിന്നീടുള്ള റാലികളിൽ നിന്ന് കൊടികളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ സ്ഥിതി സമാനമായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ ആ ദിവസത്തെ റാലിയിലും ജനസാഗരം അലയടിച്ചു. പക്ഷേ കൊടികളുണ്ടായിരുന്നില്ല. പകരം പ്ലക്കാർഡുകളും ബലൂണുകളും മാത്രം. കഴിഞ്ഞ ദിവസം വീണ്ടും വയനാട്ടിലെത്തിയപ്പോഴും ഈ അനുഭവം തുടർന്നു. ഇതോടെ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇടതുമുന്നണി തയ്യാറായി. ഇന്നലെ കൽപ്പറ്റയിൽ ആനി രാജയ്ക്ക് വേണ്ടി നടന്ന റാലിയിൽ ചെങ്കൊടികൾക്കൊപ്പം INL-ന്റെ പച്ചക്കൊടികളും മുൻനിരയിൽ ഇടം പിടിച്ചു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പ്രസംഗത്തിനിടെ പച്ചക്കൊടി കയ്യിലേന്തി പ്രഖ്യാപിച്ചത് INL ഇടതുമുന്നണിയിലെ അഭിമാനം എന്നായിരുന്നു. This is the flag of the INL. The INL is a respected member of the LDF. BJP-യെ ഭയന്ന് സ്വന്തം കൊടി ഉപയോഗിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ് എങ്ങനെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് BJP ഭയം കൊണ്ടാണ്. കൊടികൾ ഒഴിവാക്കിയത് ദേശീയ തലത്തിലെ കുപ്രചാരണ സാധ്യതയെ മറികടക്കാനാണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഏറെ പ്രതിരോധത്തിലാകുന്നുണ്ട് UDF നേതൃത്വം. കൊടിയും ചിഹ്നവും സംരക്ഷിക്കാനാണ് LDF ശ്രമമെന്നും രാജ്യത്തെ രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും KPCC പ്രസിഡന്റിന്റെ ചുമതലയുള്ള MM ഹസൻ. ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയൊക്കെ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് പതാകയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹവും വൈകാരിക ബന്ധവുമാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി പറയും. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കൊടിയിൽ പിടിക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നത്. പക്ഷേ പരമാവധി വഴുതിമാറാനുള്ള നീക്കമാണ് UDF നേതൃത്വത്തിൻ്റെത്. കൊടി വിവാദം ക്ലച്ച് പിടിക്കുമോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കഴിയണം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വിജയം, പ്രതീക്ഷിക്കാതെയാണ് ഈ കൊടി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായും പ്രചാരണ ആയുധമാക്കി ഒക്കെ മാറുന്നത് അല്ലെ ഈ വയനാട്ടിൽ. വളരെ പെട്ടെന്ന് തന്നെ അത് മാറി. അതിലൊരു കൗതുകമുള്ളത്, കൊടി ഉണ്ടെങ്കിൽ BJP അത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ആയുധമാക്കും. കൊടി ഉപയോഗിച്ചില്ലെങ്കിൽ ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPM അത് കേരളത്തിൽ കോൺഗ്രസിനെതിരെ ഒരു ആയുധമാക്കും. ഇപ്പോൾ INL-ന്റെ പതാക
ഉപയോഗിച്ചാണല്ലോ ബൃന്ദ കാരാട്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം അവിടെ നടത്തിയത്. അപ്പോൾ അതൊക്കെ വേറെ തരത്തിൽ ചർച്ചയാക്കാൻ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ്. ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത നമ്മുടെ റിപ്പോർട്ടേഴ്സിനോടൊക്കെ പല ലീഗ് അനുഭാവികളും പറഞ്ഞത് കയ്യിൽ കരുതിയിട്ടുണ്ട് കൊടി, പക്ഷേ ഇത് പുറത്തെടുക്കാൻ നിർവാഹമില്ല എന്ന് ഈ റാലിയിൽ പങ്കെടുത്ത പലരും പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പോൾ പക്ഷേ അത് കർശനമായി കോൺഗ്രസ് ഇത് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ല വേണ്ട എന്ന തീരുമാനം. ലീഗ് അണികളും അത് പാലിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റ് അല്ലേ, സ്ഥാനാർത്ഥിക്കൊപ്പം. എന്തായാലും പ്രചാരണം അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഏറെ ആവേശത്തിലാണ് ഇടുക്കി. പ്രത്യേക പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത 3 സ്ഥാനാർത്ഥികളാണ് ഇടുക്കിയിൽ ഇത്തവണ ഏറ്റുമുട്ടുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നതോടെ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താൻ ജോയ്സ് ജോർജിന് കഴിഞ്ഞിട്ടുണ്ട്. സിറ്റിംഗ് MP മത്സരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതിനാൽ ഡീനിന് വേണ്ടി അണികൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ കളത്തിൽ ഇറങ്ങുന്നതെങ്കിലും പ്രചാരണത്തിന്റെ ആവേശത്തിലൊട്ടും കുറവില്ല. ഇടുക്കിയുടെ മല കയറിയാൽ ഇപ്പോഴത്തെ ചൂടിനൊരു ചെറിയ ആശ്വാസമാകുമെന്നൊക്കെ പറയുന്നത് പണ്ടാണ്. ഇന്ന് ഇടുക്കിയും ചുട്ടുപൊള്ളുകയാണ്. സ്ഥാനാർത്ഥികളും അണികളുമൊക്കെ വേർത്തൊലിക്കുന്നു. അതൊന്നും വകവയ്ക്കാതെ പക്ഷേ 3 മുന്നണികളും പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ച് മുന്നേറുകയാണ്. ഇവിടെ കൃഷിയിടങ്ങളിൽ നമുക്കൊരിക്കലും നമ്മുടെ വണ്ണപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, മുള്ളരിങ്ങാടിന്റെ പ്രാന്തപ്രദേശങ്ങൾ വനാതിർത്തി പങ്കിടുന്ന മേഖലകളായിരുന്നുവെങ്കിലും ഉടുമ്പന്നൂരിന്റെ മേഖലകൾ അവിടെയൊന്നും ഇത്രയും വലിയതായ കാട്ടാനശല്യം രൂക്ഷമായിരുന്നില്ല. സൂക്ഷ്മതയോടെയാണ് ഡീൻ കുര്യാക്കോസ് ഓരോ വാക്കുകളും പ്രയോഗിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് 3ാം വട്ടമാണ്. ആരെയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഓരോരുത്തരെയും നേരിട്ടറിയാവുന്ന ഭാവത്തിൽ കൈകൊടുത്തു വേണം വോട്ടഭ്യർത്ഥിക്കാൻ. കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നപ്പോഴുള്ള വികസന നേട്ടങ്ങളാണ് എണ്ണിപ്പറയുന്നത്. 2004-ൽ KSUവിൽ തുടങ്ങിയതാണ് ഡീനിന്റെ രാഷ്ട്രീയ ജീവിതം. 2012-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി. 2014-ലെ ലോക്സഭയിലേക്കുള്ള കന്നിയംഗത്തിൽ പരാജയപ്പെട്ടെങ്കിലും 2019 ഡീനിന്റേതായിരുന്നു. വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ വികസന സങ്കല്പങ്ങൾ ഒരുപാടുണ്ട് ഡീൻ കുര്യാക്കോസിന്. വിജയപ്രതീക്ഷ അതിലേറെയും. ആളുകളുടെ പ്രതികരണം നല്ല രീതിയിലാണ്. അതിനകത്ത് നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കുറച്ചുകൂടി സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. പരമാവധി ആളുകൾ നേരിട്ട് കണ്ട് അവരോട് സഹായപ്പെടുത്തിച്ച് നമ്മുടെ നിലപാടുകളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത്. അണികളെ കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗശൈലിയാണ് ജോയ്സിന്റെ പ്രത്യേകത. സാവധാനം തുടങ്ങി വീര്യത്തോടെ അവസാനിക്കുന്നതാവും ഓരോ പ്രസംഗവും. കൊടുംചൂടിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം ആളുകളെത്താറുണ്ട്. പാർലമെന്റ് അംഗമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യത്തിനും എന്നെ വിളിക്കാം. നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നതിൽ ഇടപെടും. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ നാടിന്റെ നാടിനൊപ്പമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 25 വർഷത്തെ അഭിഭാഷക വൃത്തിയാണ് ജോയ്സിന്റെ മറ്റൊരു പ്രത്യേകത. കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബം. എന്നാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിറവിയും 2014-ലെ ഭൂവിഷയങ്ങളിലെ പ്രത്യേക സാഹചര്യവുമാണ് ജോയ്സിനെ ഇടതനാക്കുന്നത്. 2 തവണ മത്സരിച്ചത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഇത്തവണ മത്സരിക്കുന്നത് സഖാവ് ജോയ്സായാണ്. സംഘടനാപരമായി ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലം കൺവെൻഷനും മണ്ഡലം കൺവെൻഷനുകളും താഴെ പഞ്ചായത്ത് തല മേഖലാ കൺവെൻഷനുകൾക്കും ശേഷം ബൂത്ത് തല കൺവെൻഷനുകൾ തുടങ്ങി സംഘടനാ സംവിധാനം വളരെ സുശക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാവരെയും പൂർണ്ണമായും കാണാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവരെയും പൂർണ്ണമായും പറ്റില്ല. പക്ഷേ മാക്സിമം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം ഇലക്ഷൻ സമയത്ത് പറയുകയും പിന്നീടൊന്നും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെങ്കിലും സംഗീത വിശ്വനാഥനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ചില കണക്കുകൂട്ടലുകളുമായാണ് സംഗീത വിശ്വനാഥൻ ഇടുക്കിയിലേക്ക് ഇത്തവണ വീണ്ടും ലോക്സഭാ മത്സരത്തിന് വണ്ടി കയറിയത്.
NDA ഘടകകക്ഷിയായ BDJS-ന് മണ്ഡലം കൊടുത്തത് തന്നെ ഈഴവ വോട്ടുകൾ ഏകീകരിച്ച് വോട്ട് വിഹിതം കൂട്ടാനാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇടുക്കിയിൽ വന്നപ്പോൾ പ്രകൃതിയുടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, അതോടൊപ്പം മണ്ണിൻ്റെ മണമുള്ള കർഷകരുള്ള സ്ഥലം, അവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് വ്യാപ്തിയുള്ളതാണ്. ഒരുപാട് വ്യാപ്തിയുള്ള പ്രശ്നങ്ങളും ഇടുക്കിയിലുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആരൊക്കെ തമ്മിലാണ് മത്സരമെന്നതിൽ പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോഴും ഇവിടെ നടക്കുന്നത് ഒരു വ്യക്തമായ മത്സരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് സമയമാകുന്നു. ആ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയ ലോകത്തിന്റെ തിരിശീൽ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലേക്ക് നമ്മൾ പോകും. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം കൊടുക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ ഈ പച്ചച്ചെങ്കൊഴി എന്ന് പറഞ്ഞ മുദ്രാവാക്യം, അതിലെ ഈ സപ്തകക്ഷി സഖ്യം അല്ലെങ്കിൽ ആ മുന്നണികൾ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് 1980 ശേഷമാണ് UDF LDF എന്ന രീതിയിലുള്ളൊരു മുന്നണി ഫോർമേഷൻ വരികയും പിന്നീട് മത്സരങ്ങൾ അവർ തമ്മിലും ആയി മാറുന്നു ചെയ്തത് കേരളത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു 80 ശേഷം ഈ മുന്നണികൾ UDF LDF രൂപീകരിച്ച ശേഷം നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും കടുത്ത മത്സരം, ഒരു ബലാബലം എന്നോണം അത് റിസൾട്ടിൽ പോലും കണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആകെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ 10 UDF-ന് 10 LDF-ന്. അങ്ങനെ ലഭിച്ച ആ റിസൾട്ട് വന്ന വർഷം അല്ലെങ്കിൽ അത് ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പാണ് എന്നതാണ് ചോദ്യം. എളുപ്പ ചോദ്യമാണ്. 10-10 ഏത് വർഷം അല്ലേ? അതെ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുകയാണ്. പാറമേക്കാവാണ് ആദ്യം തിരികൊളുത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ ഒരുപാട് നേരം ചോദിക്കുന്നു എന്താണ് സാമ്പിൾ വെടിക്കെട്ട് കാണിക്കാത്തത്. ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ തത്സമയം കടന്നിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും അല്ലേ? അതെ സൂരജ്, കേൾക്കാമെങ്കിൽ പാറമേക്കാവാണ് ആദ്യം തിരികൊളുത്തിയിരിക്കുന്നത് അല്ലേ? പ്രജിൻ വിജയകുമാർ, എന്തായാലും സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുന്നു. പാറമേക്കാവ് വിഭാഗമാണ്. തുടരാം സൂരജ്. പ്രജിൻ വിജയകുമാർ, എന്തായാലും പാറമേക്കാവാണ് ആദ്യം ഈ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുന്നത്. അങ്ങനെ മാനത്ത് വിസ്മയം തീർത്തുകൊണ്ട് ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് പൂർത്തിയായിരിക്കുന്നു. എന്തായാലും സാമ്പിൾ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം എന്നുള്ളതാണ് ഈ കാണികൾ ഉൾപ്പെടെ പറയുന്നത്. വർണ്ണവിസ്മയം തീർത്തുകൊണ്ടാണ് എന്തായാലും ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ടിന് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടാണ് നടക്കുക. അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടും നടക്കും. എന്തായാലും ഈ സാമ്പിൾ വെടിക്കെട്ടില് ഒട്ടേറെ സസ്പെൻസുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു തിരുവമ്പാടി പറഞ്ഞത്. പാറമേക്കാവിനെ സംബന്ധിച്ച് ഒത്തിരി വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ഇത്തവണയും ശ്രമിച്ചിട്ടുണ്ട്. ഭാഗമായിക്കൊണ്ട് തന്നെ നിറങ്ങളിൽ ഉൾപ്പെടെ
വളരെ വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് ഏറ്റവും അവസാനം കൂട്ടപ്പൊരിച്ചിൽ സമയത്ത് ഒന്നടങ്കം ഇത് കണ്ടുനിന്ന കാണികളെല്ലാവരും ആർപ്പു വിളിക്കുകയും കൈകൊട്ടുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ വലിയ ഉത്സവാഘോഷത്തോടു കൂടി പാറമേക്കാവിന്റെ വെടിക്കെട്ട് കാണികൾ ഒന്നടങ്കം ആസ്വദിക്കുകയായിരുന്നു. ഇനി തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അരമണിക്കൂർ നേരം ഇനി തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കണം. കാരണം അതിന്റെ ഈ മരുന്നുകളെല്ലാം തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത വെടിക്കെട്ട് തയ്യാറാക്കാൻ. അതിനുള്ള താമസം മാത്രമേ ഉള്ളൂ. പക്ഷേ പൂരപ്രേമികളെ സംബന്ധിച്ച് ഇതൊരു കാത്തിരിപ്പേ അല്ല. കാരണം വൈകുന്നേരം 5 മണിക്ക് ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഈ റൗണ്ടിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളിലും കയറിക്കൂടിയ ആളുകളാണ്. അവർ 5 മണി മുതൽ കാത്തിരിക്കുന്നതാണ്. അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ആദ്യം ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് തുടങ്ങിയത്. ഇനി തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന് തിരി കൊളുത്താൻ അല്പസമയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ പൂരപ്രേമികൾ ആകെയുള്ളത്. വിജയകുമാർ, പ്രജിൻ. തിരുവമ്പാടി എന്തൊക്കെയാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിൽ കാത്തുവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം. അവരുടെ ഇതുവരും സാമ്പിളാണ്, വരാനിരിക്കുന്നതേ ഉള്ളൂ. വിജയകുമാർ ഒരു പൂരപ്രേമിയാണല്ലോ. കഴിഞ്ഞ തവണയൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തതുമാണ് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സാമ്പിളുകളിലും സസ്പെൻസുകളുണ്ട്. ശരിക്കും നടക്കാൻ പോകുന്നിടത്ത് അതിനപ്പുറത്ത് സസ്പെൻസുകൾ ഉണ്ടാവില്ലേ? ഉറപ്പാണ്. ഇത് ഞാനിതാ പറഞ്ഞു, ഇത് വെറും സാമ്പിൾ. അതെ. ഈ കണ്ടതൊന്നുമല്ല. അപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. തിരുവമ്പാടിയുടെ അവരുടെ ഒരുക്കങ്ങൾ അശ്വിൻ പാലാഴി ഇപ്പോൾ വിശദീകരിക്കും. അശ്വിൻ, തിരുവമ്പാടി ഇനി ഏതാണ്ട് ഒരു അരമണിക്കൂറുണ്ട് സമയം, അല്ലെ, ഒരു ഇടവേള. അവരത് തയ്യാറാക്കുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, അത്രത്തോളം സമയം എടുക്കുമെന്ന് കരുതുന്നില്ല. അതിനു മുന്നേ തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായി അവർ അതിലേക്ക് കടക്കും. എന്തായാലും പാറമേക്കാവിന്റെ അതിഗംഭീരമായ ഒരു വെടിക്കെട്ടാണ് അല്പസമയം മുമ്പ് കഴിഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെസോയും പോലീസും ഒക്കെ അനുമതി നൽകിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് നിൽക്കാൻ അനുമതിയുള്ളത്. പക്ഷേ ഈ ആളുകൾക്ക് ഏത് ദൂരപരിധിയിൽ നിന്നാലും ഇത് ആകാശത്ത് വിരിയുന്ന വിസ്മയം കാണാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ പാറമേക്കാവ് നടത്തിയതിലും കൂടുതൽ സസ്പെൻസുകൾ ഏതായാലും തിരുവമ്പാടിയുടെ വെടിക്കെട്ടിൽ ഉണ്ടാകുമെന്നുള്ളത് ഇന്നലെ തിരുവമ്പാടി വ്യക്തമാക്കിയതാണ്. അവർ മഞ്ഞുമൽ ബോയ്സ് നടക്കം പേരുകളിട്ടാണ് ഇത്തവണ ഈ ഓരോ പുതിയ ഐറ്റങ്ങൾ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിലേക്ക് എന്താണ് അവർ ഈ വെടിക്കെട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അവരുടെ സസ്പെൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഇതിലേക്ക് പോകും. ആ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിലും അല്പം സമയം വൈകിയാണ് ആരംഭിച്ചതെങ്കിലും ആ സമയം വൈകിയതിനുള്ള മുതൽ വെടിക്കെട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ടും ആരംഭിക്കും. വിജയകുമാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ അശ്വിൻ തിരുവമ്പാടിക്ക് വേണ്ടിയും പാറമേക്കാൻ വേണ്ടി സൂരജും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി സസ്പെൻസ് വരാനുണ്ടെന്നാണ് അശ്വിൻ പറയുന്നത്. പാറമേക്കാവിന്റെ വെല്ലുന്ന സസ്പെൻസുകൾ ഉണ്ടെന്നാണ് തിരുവമ്പാടിക്കാർ പറയുന്നത്. നോക്കാം. പാറമേക്കാവ് സാമ്പിൾ വെടിക്കെട്ട് പൂർത്തിയാക്കി തിരുവമ്പാടിയുടെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു ഇടവേള വേണം. അതിനു മുമ്പ് ആൻസർ അങ്ങ് പറയാം. അതെ, പെട്ടെന്ന് പറയാം. അത് 1996 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 10-10 ബലാബലം UDF 10 LDF 10 എന്ന നില വന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ആ രീതിയിൽ ഈക്വലായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല എന്നതാണ്. ആ തെരഞ്ഞെടുപ്പിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. രാജ്യത്ത് വളരെ സ്റ്റേബിൾ അല്ലാത്ത, ഒട്ടും സ്ഥിരത അല്ലാത്ത സർക്കാരുകളാണ് വന്നത്. ആദ്യം 13 ദിവസം വന്ന വാജ്പേയി സർക്കാർ, പിന്നീട് ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ, പിന്നീട് ഗുജറാൾ പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ ഒട്ടും സ്ഥിരതയില്ലാത്ത സർക്കാരുകൾ വന്ന ഒരു കാലയളവ് കൂടിയായിരുന്നു അത് എന്നതും ഒരു രാഷ്ട്രീയ ശ്രദ്ധേയമായ രാഷ്ട്രീയ വിവരമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊരു ഇടവേള കൂടി എടുത്തിട്ട് വേഗത്തിൽ വരാം വാർത്തകളിലേക്ക്. ഇലക്ഷൻസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. മിന്നൽ. രാജ്യത്തു തന്നെയും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണെങ്കിലും നാഗ്പൂരിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളോ കൊടിതോരണങ്ങളോ കാണാനില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു പ്രചാരണ രീതി? നാഗ്പൂരിൽ നിന്നും ശ്രീതാചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് നാഗ്പൂർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്ന കരുത്തനായ നേതാവിനെ BJP രംഗത്തിറക്കുന്നു. എന്നാൽ നിതിൻ ഗഡ്കരിയുടെയോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയോ ചിത്രമോ പോസ്റ്ററോ ബാനറുകളോ എന്തിനും പാർട്ടി കൊടികൾ പോലും എവിടെയും കാണാനില്ല. പിന്നെ എങ്ങനെയാണ് നാഗ്പൂരിലെ പ്രചാരണം? ഒന്ന് അന്വേഷിക്കാം. ബൈ, ആകെ ചലി. नागपुर नगर मोत्तम चुट्टी एवड़े मिला पोस्टर है ना भाई. हम इतना दूर चलाया गाड़ी, पोस्टर नहीं है, बैनर नहीं है, झंडा भी नहीं है, फिर कैसे इधर? माहौल कुछ भी नहीं है, सब ये ऐसे चल रहा है, तो क्या करेगा?
हाँ सब कुछ बराबर है हाँ कुछ दिख ही नहीं रहा है यहाँ पे ഏതായാലും ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. പക്ഷേ സ്ഥാനാർത്ഥികൾക്ക് എന്താകും പറയാനുള്ളത്? നമുക്ക് ആദ്യം നിതിൻ ഗഡ്കരിയെ കണ്ടു തന്നെ കാര്യം ചോദിക്കാം. No poster, no big billboards. Are you more confident this time? That is not because of confidence. From 10 years, I am very much active in my constituency. I have got personal relationship with the lakhs of the people, and people now know my name, and the people know my work. So that is the reason I don't want to take any poster and banner. അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ് കോൺഗ്രസിന്റെ വികാസ് താക്കറെ. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിന് ഈ കാര്യത്തിൽ എന്തു പറയാനുണ്ട് എന്നറിയാൻ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിനകത്ത് തന്നെ നമുക്ക് പോയി ചോദിക്കാം. नागपुर का कैंपेन का एक अलग अपना एक मज़ा है. हम डोर टू डोर कैंपेन को बहुत ज़्यादा बिलीव करते हैं. कांग्रेस का जितना भी कैडर है, कार्यकर्ता है, वो गली गली हर घर घर उसका न्याय गारंटी का जो पर्चा है वो भरवाने के लिए हम घर घर जा रहे हैं. സുപരിചിതരായ ജനകീയരായ നേതാക്കൾക്ക് എന്തിനു വലിയ പോസ്റ്ററുകളും മറ്റും എന്ന ചോദ്യമാണ് ഇരു മുന്നണികളും ഉന്നയിക്കുന്നത്. ജനങ്ങളെ നേരിൽ കണ്ട് വീട് വീടാന്തരം കയറിയും റാലികളിലൂടെയുമുള്ള വോട്ട് തേടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന തുകയ്ക്കകത്തു നിന്നുള്ള പ്രചാരണം വേണമെന്ന നിർബന്ധവും കോൺഗ്രസിനും BJPക്കും ഇവിടെയുണ്ട്. നാഗ്പൂരിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വിജയകുമാർ, അതെ, ഇനിയപ്പോൾ എൻകൗണ്ടറിന് ഹാഷ്മി തയ്യാറായിട്ടുണ്ട്. വേറെ സ്റ്റണ്ട് നടക്കാൻ പോവുകയാണ്. അതെ, അപ്പോൾ എൻകൗണ്ടറിലേക്ക് കടക്കുന്നു. നമ്മൾ നാളെ വീണ്ടും കാണും. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ബൈ.